നമ്മളോട് സെറ്റ് ചെയ്തേക്കുന്ന ഒരു തേനീച്ച കൂടാണ്. ഒരു തേനീച്ച കൂടിന് നമ്മൾ ബീ ഹൈവ് എന്നാ പറയാ. ഒരു ബീ ഹൈവില് 3 ടൈപ്സ് ബീസ് ഉണ്ടാവാം. മെയിൽ ബീസ് ഉണ്ടാവും, ഫീമെയിൽ ബീസ് ഉണ്ടാവും, പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെയിൽ ഉണ്ടാവും. ഈ മെയിൽ ബീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേനീച്ച കൂട്ടിലെ മടിയന്മാരെന്ന് അവരെ പറയുന്നത്. ഇവരുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീമെയിൽ ബീസ് കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന തേനും പൂമ്പൊടിയൊക്കെ കഴിച്ചു വെക്കലും പിന്നെ റാണിയുമായിട്ട് മേറ്റ് ചെയ്യുന്നതോടുകൂടി ചത്തുപോവാണ് മെയിൽ ബീസ്. ഫീമെയിൽ ബീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കർ ബീസ് എന്നറിയപ്പെടുന്നത്. ഇവരാണ് ഒരു തേനീച്ചക്കൂടിലെ എല്ലാ ജോലികളും ചെയ്യുന്നത്. കൂടുണ്ടാക്കുന്നതും കൂടിനെ സംരക്ഷിക്കുന്നതും റാണിയെ സംരക്ഷിക്കുന്നതും പിന്നെ ഹണി കളക്ട് ചെയ്തുകൊണ്ടുവന്ന അറകളെ സൂക്ഷിക്കുന്നതും പിന്നെ ഈ റാണിയെ സെലക്ട് ചെയ്തെടുക്കുന്നതും ഈ ഫീമെയിൽ ബീസ് ആണ്. ഇവരെങ്ങനെയാണ് ഇവരെ റാണിയെ സെലക്ട് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫീമെയിൽ ബീസിൽ തന്നെ പ്രായം കുറഞ്ഞ ബീസ് ഉണ്ട്. അതായത് അഡൽട്ട് ബീ ആയി ഒരു 6 മുതൽ 15 ദിവസം മാത്രം പ്രായമുള്ള ഫീമെയിൽ ബീസ്. അവരുടെ തലയിലുള്ള 2 കൊമ്പുകൾ കണ്ടിട്ടില്ലേ, 2 ആന്റിനസ്. അത് രണ്ടും അവരുടെ ഗ്രന്ഥികളാണ്. ഹൈപ്പോഫരീജിയൻ ഗ്രന്ഥിയും മാൻറ്റിപുലാർ എന്നുള്ള ഗ്രന്ഥിയും. ആ ഗ്രന്ഥിയിൽ നിന്നും വരുന്ന 2 സ്രവങ്ങൾ ദ്രാവക രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ആ സ്രവത്തിന് പറയുന്ന പേര് റോയൽ ജെല്ലി എന്നാണ്. ആ റോയൽ ജെല്ലി അവർ ഇതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ല് നോക്കി സെലക്ട് ചെയ്തിട്ട് ആ റോയൽ ജെല്ലി അവർ അതിനകത്ത് ഫില്ല് ചെയ്ത് വെക്കും. അപ്പോ ആ സെല്ലില് ഓൾറെഡി ഒരു തേനീച്ചയുടെ മുട്ട വിരിഞ്ഞ് പുഴു സ്റ്റേജ് ഉണ്ടാവും. ആ പുഴു എന്നിട്ട് ആ റോയൽ ജെല്ലി ഫീഡ് ചെയ്ത് ഒരു ലാർവ സ്റ്റേജ് വന്ന് പിന്നീട് അതൊരു പ്യൂപ്പ സ്റ്റേജിലേക്ക് മാറി പിന്നീട് കുറച്ച് ദിവസം സമാധി സ്റ്റേജിൽ കിടന്ന് തേനും വെള്ളവും പൂമ്പൊടി റോയൽ ജെല്ലിയൊക്കെ കഴിച്ച് ഒരു 16 ദിവസത്തിനുള്ളിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്വീൻ ആയിട്ട് മാറിയവരാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടായി വരുന്ന ആ ക്വീൻ അത്രയ്ക്ക് സ്ട്രോങ് ഉള്ളതല്ല എന്നുണ്ടെങ്കിൽ, അതായത് പെർ ഡേ 2000 എഗ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ടാവണം. ആ കപ്പാസിറ്റി അതിനില്ല എന്ന് ഈ ഫീമെയിൽ ബീസിന് തോന്നുകയാണെങ്കിൽ ഈ ഫീമെയിൽ ബീസ് തന്നെ ഈ ക്വീനെ കൊന്നു കളഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ റോയൽ ജെല്ലി പ്രൊഡ്യൂസ് ചെയ്ത് മറ്റൊരു പുതിയ ക്വീനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഒരു തേനീച്ചക്കൂട്ടിൽ എപ്പോഴും നടക്കുന്ന പ്രോസസ്.